ഇപ്പം മോൻസ് ജോസഫിനൊപ്പം വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിസ്ഥാനം എന്നതിൽ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണോ? ഏതെങ്കിലും തരത്തിൽ ഒരു ഇളവിന് പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആഷ്മി. ഇപ്പോൾ മോൻസ് ജോസഫ് MLA ഉണ്ട്. അവർ 2 സീറ്റ് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ് സാർ, ആ രീതിക്ക് തന്നെ നിൽക്കുകയാണോ? 2 സീറ്റ് എന്നുള്ള ആവശ്യമാണോ കേരള കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നത്? 2 മന്ത്രിസ്ഥാനം പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ ചർച്ചയിൽ ആരും ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. 7 MLA ജയിച്ചു വരികയും 9 MLA ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന 10 സീറ്റ് കേരള കോൺഗ്രസിന് UDF പ്രാതിനിധ്യമുള്ള സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ UDF നേതൃത്വത്തിൽ, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും 2 മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ്. അത് ഞങ്ങൾക്ക് തരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2 മന്ത്രിസ്ഥാനം ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫോർമുലയ്ക്ക് വഴങ്ങാനുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ടോ? ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ഫോർമുലകൾ 2 മന്ത്രിസ്ഥാനം അല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളിപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനം തന്നെയാണ് പാർട്ടിക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് 2 മന്ത്രിസ്ഥാനം നൽകണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ പാർട്ടി ഉറച്ചിരിക്കുകയാണ്. ഒരു മന്ത്രിസ്ഥാനം, അതിൽ പ്രധാന വകുപ്പ്, ഒപ്പം തന്നെ ചീഫ് വിപ്പായിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ, ഇങ്ങനെ ഒരു ഫോർമുലയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാധ്യത ഇനി നിൽക്കുന്നുണ്ടോ? ഇല്ല, അത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോട് പാർട്ടി യോജിക്കുന്നില്ല. അത് പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ്. സീറ്റ് വിഭജന ചർച്ചയിൽ കേരള കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തിരുന്നു. കോൺഗ്രസിനോട് വളരെ വലിയ സഹകരണം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ, മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനം തന്നെയാണ് പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ളത്. അത് തികച്ചും ന്യായമാണ്. അത് നടത്തി തരണം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അർഹതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഈ കോൺഗ്രസ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് 5 സീറ്റ് കൊടുക്കുന്നു. ഈ നിങ്ങളുമായി മാത്രമാണ് ഒരു അനുനയ ചർച്ചകൾ നടക്കുന്നത്? അല്ല, എല്ലാവരോടും ഉണ്ടല്ലോ, എല്ലാവരോടും ഉണ്ട്. ചർച്ചകൾ ഇപ്പോഴും തുടരുവാണല്ലോ. മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നു, മറ്റ് ഘടകകക്ഷികളോടുള്ള ചർച്ചകൾ തുടരുന്നു. അപ്പോൾ കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും മെച്ചപ്പെട്ട വകുപ്പുകളും അർഹമായ മന്ത്രിസ്ഥാനങ്ങളും ഉണ്ട്. മുസ്ലിം ലീഗിനും UDF നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള മന്ത്രിസ്ഥാനം ഇപ്പം നിലനിർത്തി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഘടകകക്ഷികൾക്കും എല്ലാം അർഹമായ പ്രാതിനിധ്യം ലഭിക്കണം. ഞങ്ങൾ അതിനെയൊക്കെ അംഗീകരിക്കും. കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൽ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നേതൃത്വം കൊടുത്ത UDF ഗവൺമെൻറ്റിൽ 2 മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ്, 3 സ്ഥാനങ്ങളുണ്ടാകും. 9 MLA പാർട്ടിക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് 2 മന്ത്രിസ്ഥാനം, അന്ന് ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ്, ജലവിഭവ വകുപ്പ്, ഹൗസിംഗ്, രജിസ്ട്രേഷൻ ഉൾപ്പെടെ 5 വകുപ്പുകളടക്കം 2 മന്ത്രിസ്ഥാനം ചീഫ് വിപ്പുമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് 9 MLA എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടുക്കിയും ഏറ്റുമാനൂരും ഞങ്ങൾ മത്സരിച്ചാലും ജയിക്കും. അപ്പം അത് കോൺഗ്രസിന് ഇപ്രാവശ്യം മത്സരിക്കുന്നതിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ 9 സീറ്റിൻ്റെ വിജയത്തിൻ്റെ തിളക്കത്തിൽ തന്നെയാണ് 7 സീറ്റ് ജയിച്ചിരിക്കുന്നത്. തികച്ചു ന്യായമായ നിലയുള്ള ആവശ്യമാണ്. അതുകൊണ്ട് 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പും കഴിഞ്ഞ ഗവൺമെൻറ്റിൽ കേരള കോൺഗ്രസിനുണ്ടായിരുന്നപ്പം ചീഫ് വിപ്പ് കോൺഗ്രസോ മറ്റു കക്ഷികളോ എടുക്കട്ടെ, പക്ഷേ കേരള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം എന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, തികച്ചു ന്യായമാണ്. അത് നിറവേറ്റി തരുമെന്നാണ് വിശ്വാസം. ഏതൊക്കെ വകുപ്പുകൾ എന്നുള്ളതിനെ കുറിച്ചൊരു പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഉണ്ട്. ചില പ്രപ്പോസൽസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലെന്താണ് വേണ്ടത് എന്നുള്ളത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ഇന്ന് രാവിലെ കൂടിയാലോചിച്ച ശേഷം ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അത് കോൺഗ്രസ് നേതൃത്വവുമായി ഇന്ന് നടക്കാൻ പോകുന്ന ഉഭയകക്ഷി ചർച്ചയിൽ വകുപ്പുകളുടെ കാര്യത്തിൽ വ്യക്തതയോടെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും. അത് പൊതുമരാമത്ത്, കൃഷി എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അത് തന്നെയാണോ? അല്ല, പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. എന്നാൽ ഞങ്ങൾ റവന്യൂ വകുപ്പ് കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ധനകാര്യ വകുപ്പ് ഞങ്ങൾ ചോദിക്കുന്നില്ല. അപ്പം എന്നാൽ ചില മറ്റു വകുപ്പുകൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും സ്വീകാര്യമായ ഇത് ഏതാണ് എന്നതിനെക്കുറിച്ച് ഒന്നുകൂടി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് അക്കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിൽ അന്തിമമായി തീരുമാനമെടുക്കും. ഇൻ കേസ് 2 സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു നിലപാട് എന്തായിരിക്കും? അതായത് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയിട്ടുണ്ടോ പാർട്ടി ഉൾപ്പാട്? ഇല്ല, പോയിട്ടില്ല. ഞങ്ങളെല്ലാം ഉഭയകക്ഷി ചർച്ചയിലൂടെ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിയാലോചിച്ചുകൊണ്ട് UDF നേതൃത്വത്തിൽ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും പരിഹരിക്കാം എന്ന ആത്മവിശ്വാസത്തിലും ഉത്തമ വിശ്വാസത്തിലുമാണ് പാർട്ടി നേതൃത്വം. അതുകൊണ്ട് പാർട്ടിയുടെ കാര്യങ്ങൾ സംബന്ധിച്ച് പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഇന്ന് കാര്യങ്ങൾ രാവിലെ കൂടിയാലോചിക്കും.
അതിനുശേഷം ഇന്നത്തെ ചർച്ചയിൽ അന്തിമമായ തീരുമാനങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മന്ത്രിസ്ഥാനം 2 കിട്ടുവാണെങ്കിൽ ഒന്ന് താങ്കൾ തന്നെ ആയിരിക്കും, മറ്റൊന്ന് അപ്പു ജോസഫിനാണോ സാധ്യത? ഇതെല്ലാം പാർട്ടി തീരുമാനിക്കും. ഇപ്പം ഞങ്ങൾ ഒരു മന്ത്രിസ്ഥാനം ആണെങ്കിൽ പോലും ആരാണെന്നൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയായ ശേഷം പാർട്ടിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ നിർവഹിക്കും. പാർട്ടിയുടെ MLA-മാരുമായും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായും ഇക്കാര്യങ്ങൾ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കൺസൾട്ടിംഗ് ബന്ധപ്പെട്ട എല്ലാവരോടും നടത്തി അന്തിമ തീരുമാനം നടത്തുന്നതിന് വേണ്ടി പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ അക്കാര്യങ്ങൾ വ്യക്തമാക്കും. ഞങ്ങളെല്ലാം പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പോകുന്നവരാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു പൊതുപ്രതികരണത്തിന് പ്രസക്തിയില്ല. അത് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കും. 2 കുറയാതെ വേണം, അതായത് അത് ഉറച്ചു തന്നെ പറയുന്നു. അതെ, അത് ഞങ്ങൾ ആ നിലപാടാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഇനി ഉഭയകക്ഷി ചർച്ചയിലൂടെ അക്കാര്യത്തിൽ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇരു കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 വേണം എന്ന കട്ടക്ക് നിൽക്കുകയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ ഒന്നാണെങ്കിൽ തന്നെ ഇന്നത്തെ വിപിൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒന്നാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്നത് അല്ലേ? 2 ഉറച്ചു നിൽക്കുന്നു, കിട്ടിയാൽ നല്ലത്, ഒന്നാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.